ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതാണ് എൻ്റെ ചാനൽ ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ എക്വേരിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഒരു വെരി ഹാപ്പി ന്യൂ ഇയർ. ഐ ഹോപ്പ് ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പിനെസ്സും അബണ്ടൻസ് കൊണ്ടുവരട്ടെ. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ നോക്കാം എന്താണെന്ന്. പാസ്റ്റിൽ 3 ഓഫ് കപ്സ് ആണ്. കറണ്ട് ജാനുവരി എനർജിയിൽ ഏസ് ഓഫ് കപ്സ്. ഫ്യൂച്ചർ ജാനുവരി എനർജി 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരിയിൽ 10 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ അഡ്വൈസ് 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജി. നിങ്ങൾക്ക് ഓവറോൾ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ് ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ അക്വേരിയസ് ആക്ച്വലി കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് അക്വേരിയസിൻ്റെ തന്നെ എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ട്രൂ എനർജിയിലാണ്, ട്രൂ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യണ എനർജിയിലാണ്. നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഒത്തൻറ്റിക് സെൽഫിലാണ് ഈ മാസം. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ട്രൂ എനർജി എംബ്രേസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറേ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ സക്സസ്ഫുൾ ആവുന്ന എനർജിയിലാണ്. നിങ്ങൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഏറ്റവും ഒത്തൻറ്റിക് എനർജിയിലാണ് നിങ്ങൾ ഈ സമയത്ത്. അപ്പോൾ 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. പാസ്റ്റിൽ ഞാനൊരു സെലിബ്രേഷനാണ് കാണുന്നത്, ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണത്. മേ ബി ഡിസംബർ മാസത്തിൽ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറേ സോഷ്യലൈസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് ഇത് ഡേറ്റിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. മേ ബി നിങ്ങൾ ഡേറ്റിംഗ് സീനിൽ കുറേ ആക്റ്റീവ് ആയിരുന്നു, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ പുതിയ ആൾക്കാരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കുറേ പോസിറ്റീവ് ഹാപ്പി എനർജി ആണ്. ലാസ്റ്റ് ചില മാസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പി എനർജിയിലായിരുന്നു നിങ്ങൾ. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ ജാനുവരിയിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരൽസ് ഈ പുതിയ പേഴ്സൺ ഓൾറെഡി നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആരോ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നുണ്ട്. ഇതൊരു ലവ് ഓഫറാണ്, ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ് വെച്ചാൽ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓഫർ വരാൻ വഴിയുണ്ട് ജാനുവരിയിൽ. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളായിരിക്കും ഈ ഓഫർ ഈ പേഴ്സണിന് കൊടുക്കുന്നുണ്ടാവുക. എനിവേ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു ലവിൻ്റെ ന്യൂ ബിഗിനിങ് ഉണ്ട്. ഇതൊരു ഓഫർ അല്ല വെച്ചാൽ ഒഫീഷ്യലി ഒരു ഓഫർ അല്ല വെച്ചാലും നിങ്ങൾ രണ്ടാൾക്കും അറിയും, മനസ്സിലാവും അത് നിങ്ങൾ രണ്ടാളുടെ ഈ എനർജി, ഈ റിലേഷൻഷിപ്പ് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആണെന്ന് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. 6 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കുറേ സക്സസ് ആണ് കാണുന്നത്. കരിയറിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുമ്പോട്ടാണ് പോകുന്നത്. ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒരു നീയും സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. കുറേ വിക്ടറി മാതിരിയാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. കുറേ അപ്രീസിയേഷനും ലവ് ആണ് ഫീൽ ചെയ്യണത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 10 ഓഫ് വാൻഡ്സ്. ഇത് പാസ്റ്റ് ബാഗേജ്, പാസ്റ്റ് ബേർഡൻസിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്യേണ്ട സമയമായി കാണുന്നു. എന്നുവെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ നിങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ലാച്ചാൽ റിലീസ് ചെയ്യാൻ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഈ പാസ്റ്റിനെ വിട്ടാലേ നിങ്ങളൊരു പുതിയ ക്ലിയർ സ്ലേറ്റിൽ ഒരു പുതിയ ബിഗിനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ്റ്റിൻ്റെ എന്താ ഒരു ബാഗേജ് ഇല്ലാച്ചാൽ ഡിസപ്പോയിൻറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ഇല്ലാച്ചാൽ ഹാർട്ട് ബ്രേക്കോ ഇല്ലാച്ചാൽ മെമ്മറീസ്, അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിൽ പോവുക. പക്ഷേ ഇത് നിങ്ങൾക്ക് കുറച്ചൊരു ചാലഞ്ചാണ്. നിങ്ങളുടെ അഡ്വൈസ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് ഇവിടെ പറയണത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഇതൊരു ലൈഫ് ഓഫ് ലക്ഷറി ആണ്. ഇതാണ് നിങ്ങളുടെ എനർജിയിൽ ഈ സമയത്തുള്ളത്. അപ്പോൾ അതിനെ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സിംഗിൾ ആണോ ഇല്ലച്ചാൽ നിങ്ങളൊരു കപ്പിൾഡ് ആണോ, എന്തായാലും 2 തരത്തിലും നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അതാണ് ഇവിടെ advice. Hidden factor ഹൈ പ്രീസ്റ്റസ് ആണ്.
അപ്പോൾ ഇതെന്തോ ഒരു മിസ്റ്ററി, ഒരു സീക്രട്ട് ആയിരിക്കാം, ഇല്ലാച്ച ഹിഡൻ ഫീലിങ്സ് ആയിരിക്കാം, അതല്ല ഇൻറ്റ്യൂട്ടീവ് എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ എന്തോ പറയാൻ ആണ് നോക്കണത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗ് കൺഫേം ആവാൻ പോകുന്നുണ്ട് ജാനുവരി മാസത്തിൽ. ആൻഡ് നിങ്ങൾ കുറേ കൂടുതൽ ഇൻറ്റ്യൂട്ടീവും ആവും ജാനുവരി മാസത്തിൽ. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവും, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യരുത്. എന്നുവെച്ചാൽ അതെന്തോ ഒരു ഗൈഡ് ചെയ്യണ മാതിരിയാണ് ഈ ഇൻറ്റ്യൂട്ടീവ് ഹിറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. അപ്പോൾ ഇത് ആദ്യം നിങ്ങളുടെ ജാനുവരി മാസം കുറേ ബിസി മാസമാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓവർ കമ്മിറ്റ് ചെയ്ത് പോവും. ബാലൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ നോക്കണത്, സോഷ്യൽ ലൈഫും കരിയറും രണ്ടും. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷേ നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ് ഇവിടെ ഓവറോൾ. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ അക്വേരിയസിൻ്റെ കിങ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ എനർജി? കിങ് ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ പോകുന്നത് ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഈ പേഴ്സൺ കുറേ ഇമോഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, കുറേ ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾ കുറച്ചുകൂടിയും ഒരു പ്രാക്ടിക്കൽ മാതിരി ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അതാണ് ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ. ഈ 3 ഓഫ് കപ്സ് എന്താണ്? പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ്. നിങ്ങൾ കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡേറ്റ് ചെയ്യാൻ പോയിണ്ടാവും, ഒരു പേഴ്സണെ ഇഷ്ടമായിട്ടുണ്ടാവും. പക്ഷേ ആ റിലേഷൻഷിപ്പ് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടിയും സമയമെടുത്തു ഈ പേഴ്സൺ എങ്ങനെയാണ്, അവരുടെ ലൈക്സ് ഡിസ്ലൈക്സ് എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഒരുമിച്ച്. ഇപ്പോൾ നിങ്ങൾ കറണ്ട് എനർജിയിൽ റിയലൈസ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ഫീലിംഗ് ഓഫ് ലവ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ കുറേ പാമ്പർ ചെയ്യും, കുറേ ഗിഫ്റ്റ്സൊക്കെ തരാൻ നോക്കും. നിങ്ങൾക്ക് കുറേ എനർജി ആണ് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഹിൻറ്റ് കിട്ടും അത് ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമാണെന്ന്. ആൻഡ് നിങ്ങളും അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. 6 ഓഫ് വാൻഡ്സ് ഇവിടെ ഫ്യൂച്ചറിൽ എന്താണ്? വേൾഡ് അല്ല, വീൽ ഓഫ് ഫോർച്യൂൺ, സോറി. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു വെരി വെരി പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ലക്ക് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മാത്രമല്ല, നിങ്ങളുടെ കരിയറിലും കുറേ ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറേ റെക്കഗ്നിഷൻ, കുറേ സക്സസ്, കുറേ കാര്യങ്ങളെല്ലാം നല്ലതായി മുമ്പോട്ടാണ് പോകുന്നത്, ഒരു ബ്ലോക്കേജ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ കുറേ പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത്. ഏസ് ഓഫ് ഈ 10 ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാലഞ്ച്? ഹാങ്മാൻ. അപ്പോൾ ഇവിടെ ചാലഞ്ച് നിങ്ങൾ എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ഒരു ബ്ലോക്ക്ഡ് ആവണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ ചാലഞ്ചായി കാണുന്നത്. യൂണിവേഴ്സ് കുറേ സ്ട്രിക്ട്ലി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ റിലീസ് ചെയ്യാൻ സമയമായിന്ന്. ഈ പാസ്റ്റിനെ ഓർത്ത് അത് നിങ്ങൾ എവിടെയോ സ്റ്റാഗ്നേഷനിലാണ് ഇപ്പോൾ ഇരിക്കണത്. അതിനെ റിലീസ് ചെയ്യുക പാസ്റ്റിനെ. എന്നുവെച്ചാൽ ഈ പാസ്റ്റ് ഓൾറെഡി ആയി കഴിഞ്ഞു, ഇപ്പോൾ അതിനെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വെറുതെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ബ്ലോക്കേജാണ് ക്രിയേറ്റ് ചെയ്യണത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. പൈസീസ് എനർജിയുടെ ഹാങ്മാൻ. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് അഡ്വൈസ്? 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കും, കുറേ ആൾക്കാർ നിങ്ങളെ ഡേറ്റ് ചെയ്യാനൊക്കെ വരും. പക്ഷേ അഗൈൻ ഇവിടെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കണ്ടേ. ആൻഡ് നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണെന്ന് നിങ്ങളുടെ കറണ്ട് പേഴ്സൺ അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്, ഫൈറ്റ്സ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ പുതിയ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി വരും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലത്തെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടെച്ചാൽ ആ കോൺഫ്ലിക്റ്റ്, ഈ പാസ്റ്റും കറൻറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായ ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജസ് ഫ്യൂച്ചറിലുണ്ടാവും.
അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് അതിനെ ലെറ്റ് ഗോ ചെയ്യുക. ലവേഴ്സ് ജെമിനൈ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിഡൻ ഫാക്ടർ? 6 ഓഫ് കപ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ആൻഡ് അവർ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് തിരിച്ചു വരിക. അത് ഉണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് ഈ പാസ്റ്റ് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ ഇതുവരെ അവരെ ലെറ്റ് ഗോ ചെയ്തിട്ടില്ല വെച്ചാൽ ഈ കറണ്ട് ആൻഡ് പാസ്റ്റ് പേഴ്സൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ കറണ്ട് പേഴ്സണാണ് നിങ്ങളുടെ സോൾമേറ്റ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീനെ വിട്ട് കളയാണ്ട് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ ഒരു ടെമ്പററി എനർജിയാണ്. അവർ നിങ്ങളുടെ ലൈഫിൽ ലോങ് ടേമിൽ ഉണ്ടാവാൻ പോകില്ല. അതുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആവും. ആ സിറ്റുവേഷൻ വരാണ്ടേ ഇരിക്കുക. എന്നുവെച്ചാൽ ഈ കൺഫ്യൂഷൻ ആയാൽ പിന്നെ എല്ലാം നമ്മൾക്കൊരു ഡൗട്ടാവും. അപ്പോൾ ആർക്കാണ് ഈ നിങ്ങൾ കപ്പ് ഓഫ് ലവ് കൊടുക്കുക എന്നാണ് കൺഫ്യൂഷൻ. രണ്ടും പാസ്റ്റും കറണ്ട് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് കുറേ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ്. രണ്ടാളും റൊമാൻറ്റിക്കലി ആണ് പറയണ മെസ്സേജ് ചെയ്യണേ. പക്ഷെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. അത് ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് ആണ്. പക്ഷെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ പാസ്റ്റിനെ ഓൾറെഡി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതൊരു കൺഫ്യൂഷൻ ആവില്ല. പക്ഷെ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്തിട്ടില്ല വെച്ചാൽ ഡെഫിനറ്റ്ലി ഇതൊരു കോംപ്ലിക്കേഷൻ ആവാൻ വഴിയുണ്ട്. അപ്പോൾ അക്വേരിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റ് ത്രൂ ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഉടനെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് നിങ്ങൾക്ക് പിന്നെ ബുക്ക് ചെയ്യാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുതന്നെ. ടിൽ ദെൻ ടേക്ക് കെയർ.